തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബത്തേരി രൂപത എടക്കര മേഖലയിൽ 1952 സ്ഥാപിതമായ പാലാങ്കര സെന്റ് മേരീസ് സൺഡേ സ്കൂളിന്റെ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ക്രിസ്തീയ അനുഭവത്തിലും ദൈവവിജ്ഞാനത്തിലും സഭാസ്നേഹത്തിലും നന്മയിലും കുട്ടികളെ വളർത്തുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും വേണ്ടി സഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ. വിശ്വാസ പരിശീലനവും അതിൻ്റെ പരിപാലനവുമാണ് മതബോധനത്തിൻ്റെ മർമ്മം. വിശ്വാസ ജീവിത പഠനം, സഭാസ്നേഹം, സന്മാർഗ പ്രബോധനം, കുട്ടികളുടെ കലാസാഹിത്യ വികസനം, സന്മാർഗ ജീവിത വളർച്ച ഇവയെല്ലാം വിശ്വാസ പരിശീലനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ തിരുവചനത്തെ മുൻനിർത്തി പാലാങ്കര സെന്റ് മേരീസ് ഇടവകയിൽ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് കണിയാമ്പറമ്പിൽ അച്ഛൻ്റെയും റവറൻ സിസ്റ്റർ അലൻസ DM-ൻ്റെയും നേതൃത്വത്തിൽ ശ്രീ രഞ്ജി നെയ്യശ്ശേരിൽ ഹെഡ്മാസ്റ്റർ ആയും ശ്രീ ഷിബി PA സ്റ്റാഫ് സെക്രട്ടറി ആയും 14 അധ്യാപകർ വേദോപദേശ പരിശീലനത്തിന് 46 വിദ്യാർത്ഥികൾക്ക് ശുശ്രൂഷ ചെയ്തു വരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7 മണി മുതൽ 8:45 വരെ പരിശീലനം നൽകി വരുന്നു. ജൂൺ 1 മുന്നൊരുക്കം. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കമായി വികാരി റവറൻ ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ, റവറൻ ഫാദർ തോമസ് ചാപ്പറത്ത്, റവറൻ ഫാദർ ജെറാൾ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ധ്യാനം, ആരാധന, വിശുദ്ധ കുമ്പസാരം ഇവ നടത്തപ്പെട്ടു. ഇന്നേ ദിവസം സ്റ്റാഫ് മീറ്റിംഗ് കൂടുകയും വാർഷിക പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു. ജൂൺ 2 പ്രവേശനോത്സവം. ഈ അധ്യയന വർഷത്തിൽ നവാഗതരായ 7 കുട്ടികളെ ജപമാലയും വചനകിരീടവും നൽകി സ്വീകരിച്ചു. അന്നേ ദിവസം കുട്ടികളുടെ കാഴ്ചയർപ്പണം നടത്തി. കുട്ടികളിൽ നിന്നും ശേഖരിച്ച 200-ൽ അധികം നോട്ട്ബുക്കുകൾ നിലമ്പൂർ അംബേദ്കർ ട്രൈബൽ കോളനിയിലെ കുട്ടികൾക്ക് നൽകി. അൾത്താര ബാലന്മാർ. അൾത്താര ശുശ്രൂഷയ്ക്കായി ഈ വർഷം 4 വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട ചാക്കോശമ്മാസിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുകയും ജൂൺ 9 കൈവെപ്പ് വഴി അൾത്താരയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗ് കുഞ്ഞുങ്ങളെ പ്രാർത്ഥനാനുഭവത്തിലേക്ക് നയിക്കുകയും ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ളവരായി വളർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇടവകയിൽ MCCL പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. 2024-25 വർഷത്തിൽ യൂണിറ്റ് തല പ്രസിഡന്റായി ആൻമരിയ ജാക്സൺ, വൈസ് പ്രസിഡന്റ് ഏഞ്ചൽ സുനിൽ, സെക്രട്ടറി അനിൽ തോമസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് MS, ട്രഷറർ ജോൽസന ജോസ് എന്നിവരെ ജൂൺ 9 തിരഞ്ഞെടുത്തു. MCCL പ്രവർത്തനങ്ങൾക്ക് റീന ടീച്ചർ നേതൃത്വം നൽകുന്നു. ഈ വർഷത്തെ സൺഡേ സ്കൂൾ ലീഡറായി അൽന മരിയ ഷിബുവിനെ തിരഞ്ഞെടുത്തു. സൺഡേ സ്കൂൾ PTA. ജൂൺ 23 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സൺഡേ സ്കൂൾ PTA മീറ്റിംഗ് കൂടുകയും ശ്രീ സജി വാഗച്ചാലിനെ PTA പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. PTA-യുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി 2 ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസുകൾക്ക് ശ്രീ ഫിലിപ്പ് നൈനാൻ സർ, റവറൻ സിസ്റ്റർ ഹെലൈന SKD എന്നിവർ നേതൃത്വം നൽകി. ഈവാനിയോസ് അനുസ്മരണം. ജൂലൈ 14 ഇടവകാതലത്തിൽ നടത്തിയ ധന്യന്മാർ ഈവാനിയോസ് അനുസ്മരണ പദയാത്രയിൽ കുട്ടികൾ സജീവമായി പങ്കുചേർന്നു. ജൂലൈ 21 മേഖലാതലത്തിൽ നടത്തിയ പദയാത്രയിലും കുട്ടികളും അധ്യാപകരും കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് പങ്കുചേർന്നു. ആഗസ്റ്റ് 4 വിശ്വാസ പരിശീലന ദിനം. ഇന്നേ ദിവസം കുട്ടികൾ കുമ്പസാരിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കാഴ്ചയർപ്പണം നടത്തുകയും ചെയ്തു. MCCL-ന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ബോധ്യമാകും വിധം കുട്ടികളും അധ്യാപകരും ചേർന്ന് ഭവന സന്ദർശനം നടത്തുകയും ഈ ദിവസത്തെ സ്തോത്രക്കാഴ്ച രൂപതയ്ക്ക് നൽകുകയും ചെയ്തു. മേഖലാതല അധ്യാപക സംഗമം.
ഓഗസ്റ്റ് 26 മൂത്തേടം ഫാത്തിമ കോളേജിൽ നടന്ന മേഖലാതല അധ്യാപക സംഗമത്തിൽ നമ്മുടെ ഇടവകയിലെ 12 അധ്യാപകർ പങ്കെടുത്തു. അധ്യാപക ദിനം സെപ്റ്റംബർ 8 ഞായറാഴ്ച ഇടവക ജനങ്ങളും കുട്ടികളും മത അധ്യാപകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ലോഗോസ് ക്വിസ് സെപ്റ്റംബർ 29 മേഖലാതല ലോഗോസ് പരീക്ഷയിൽ 4ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. 1ാം സെമസ്റ്റർ പരീക്ഷ ഇടവകയിൽ വച്ച് 1ാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ 12 നടത്തപ്പെട്ടു. മേഖലാ പ്രൊമോട്ടർ ശ്രീ ജോജിഷ് ഇളംപ്ലാക്കൽ സർ പരീക്ഷാ നടത്തിപ്പ് വിലയിരുത്തലിനായി സന്ദർശനം നടത്തി. മിഷൻ സൺഡേ അധ്യാപകരും കുട്ടികളും 3 ഗ്രൂപ്പുകളായി മിഷൻ സൺഡേയോടനുബന്ധിച്ച് ഒക്ടോബർ 20 ഇടവകയിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുകയും പ്രത്യേക നിയോഗ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. മേഖലാതല സോഫിയ കരിക്മ ക്വിസ് ഒക്ടോബർ 27 നടത്തിയ മേഖലാതല ക്വിസ് മത്സരത്തിന് പാലാങ്കര സെന്റ് മേരീസ് സൺഡേ സ്കൂൾ ആതിഥേയത്വം വഹിച്ചു. 15 ദേവാലയങ്ങളിൽ നിന്നായി ടീച്ചേഴ്സും കുട്ടികളും അടക്കം 90ഓളം പേർ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹവിരുന്ന് നൽകി. അധ്യാപകരുടെ സോഫിയ ക്വിസ് മത്സരത്തിൽ നമ്മുടെ ഇടവക 3ാം സ്ഥാനം കരസ്ഥമാക്കി. ബോധവൽക്കരണ ക്ലാസ് നവംബർ 2 പെൺകുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കുമായി റവറൻഡ് സിസ്റ്റർ അലൻസ DM കൗമാര കാലഘട്ടത്തിലെ വിശുദ്ധിയെ ആസ്പദമാക്കി ക്ലാസ് നൽകി. ഗുരുവന്ദനം നവംബർ 9 ബത്തേരിയിൽ നടന്ന ഗുരുവന്ദനത്തിൽ ഇടവകയിൽ നിന്നും 5 മുൻകാല അധ്യാപകർ പങ്കെടുത്തു. ഇവരെ ഇടവകാ തലത്തിൽ നവംബർ 10 ആദരിച്ചു. സൺഡേ സ്കൂൾ വിസിറ്റ് മേഖലാ പ്രൊമോട്ടർ ഷാൻഡി ആറ്റുപുറം ടീച്ചർ നവംബർ 10 സൺഡേ സ്കൂൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തതിന്റെ ഫലമായി ശ്രീ ബിനു കല്ലറയ്ക്കൽ 2ാം സന്ദർശനം ഇടവകയിൽ നടത്തി. MCCL മേഖലാ തിരഞ്ഞെടുപ്പ് ചുങ്കത്തറയിൽ ഡിസംബർ 1 നടന്ന മേഖലാ തിരഞ്ഞെടുപ്പിൽ ഈ ഇടവകയിലെ ആൻമരിയ മാത്യു മേഖലാ സെക്രട്ടറിയായും റിയ ബിനോയ് മേഖലാ ട്രഷറർ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടവകയുടെ അഭിനന്ദനങ്ങൾ. ക്രിസ്തുമസ് ഒരുക്കം ഉണ്ണീശോയ്ക്ക് എൻ്റെ ഹൃദയ സമ്മാനം എന്ന പേരിൽ പ്രാർത്ഥനാ നിയോഗം അടങ്ങിയ കലണ്ടർ പിതൃസംഘടന ഡിസംബർ 1 കുട്ടികൾക്ക് നൽകി. അവേക് 2K24 സൺഡേ സ്കൂൾ കുട്ടികൾക്ക് യുവത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി റവറൻഡ് സിസ്റ്റർ ഡോക്ടർ അനു തെരേസ് SKD അവേക് 2K24 എന്ന പേരിൽ ഡിസംബർ 7 ക്ലാസ് എടുത്തു. ക്രിസ്തുമസ് ആഘോഷം ഡിസംബർ 8 വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഇടവക വികാരിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പുളിക്കലോടി ബഥാനിയ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളോടൊപ്പം കേക്ക് മുറിക്കുകയും സ്നേഹവിരുന്നിൽ പങ്കാളികളാവുകയും ചെയ്തു. കരോൾ ഗാന മത്സരവും നടത്തപ്പെട്ടു. ഉണ്ണീശോയ്ക്കൊരു കത്ത്, കാർഡ് മേക്കിംഗ് കോമ്പറ്റീഷൻ, പുൽക്കൂട് നിർമ്മാണം എന്നിവ ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് ഡിസംബർ 21 നടത്തുകയും മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ അഭിവന്യ യൂഹാനോന്മാർ തെയോഡോഷ്യസ് പിതാവ് വിജയികളെ കണ്ടെത്തുകയും സമ്മാനം നൽകുകയും ചെയ്തു. പൗരോഹിത്യ സ്വീകരണ ദിനാചരണം ഡിസംബർ 29 ഇടവക വികാരി റവറൻഡ് ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ 3 ഗ്രൂപ്പുകളായി സുഹൃത ജപങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും ഡിസംബർ 1 മുതൽ 25 വരെ ചൊല്ലുകയും അത് സ്പിരിച്വൽ ബൊക്കെയായി സമർപ്പിക്കുകയും ചെയ്തു. എല്ലാ കുട്ടികളും 25 വചനം എഴുതി അൾത്താരയിൽ സമർപ്പിച്ചു. 25 ദിവസം നോമ്പ് നോക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കുചേരുകയും ചെയ്ത കുട്ടികൾക്ക് സമ്മാനവും നൽകി. വേദോപദേശ സംഗമം ചുങ്കത്തറ ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് ജനുവരി 5 നടത്തിയ വേദോപദേശ സംഗമത്തിൽ ഇടവകയിൽ നിന്നും 25 കുട്ടികൾ പങ്കെടുത്തു.
ഇടവക തിരുനാൾ. തിരുനാളിനോടനുബന്ധിച്ച് ഫെബ്രുവരി 2-ന് 5 കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചു. ഇതിനൊരുക്കിയ റവറൻ സിസ്റ്റർ അലൻസ DM-നെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇടവക നടത്തിയ അഖണ്ഡ ജപമാലയിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ വാർഷികാഘോഷവും ബൈബിൾ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. MCCL ദിനം. ഫെബ്രുവരി 15-ന് MCCL ദിനം ആചരിക്കുകയും കാത്തലിക് എക്സ്പോ എന്ന പേരിൽ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പൂജ്യവസ്തുക്കളുടെയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെയും പ്രദർശനം നടത്തി. മേഖലാ പ്രൊമോട്ടർ ശ്രീമതി ഷാൻഡി ടീച്ചർ ഉദ്ഘാടനം നടത്തി. തീർത്ഥാടന സന്ദർശനം. MCCLന്റെ നേതൃത്വത്തിൽ 50 നോമ്പിനോടനുബന്ധിച്ച് ദാത്താദ് ഇത്തോ ഇടവകയിൽ നിന്നും ഇടയിനിലേക്ക് എന്ന പേരിൽ മാർച്ച് 16-ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും സിസ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും 3 നിയോഗങ്ങളോടുകൂടി മേഖലയിലെ 15 ദേവാലയങ്ങൾ സന്ദർശിച്ച് കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ സമർപ്പിച്ചു. ഈ അവസരത്തിൽ എല്ലാ ദേവാലയത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിനും ദേവാലയത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു തന്നതിനും വികാരി അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അധ്യാപകരെയും നന്ദിയോടെ സ്മരിക്കുന്നു. തനത് പ്രവർത്തനങ്ങൾ. കുട്ടികളിലെ സർഗവാസനയും പ്രാർത്ഥനാ ചൈതന്യവും വർദ്ധിപ്പിക്കാൻ സെന്റ് മിഖായേൽ, സെന്റ് കാതറിൻ, സെന്റ് ഫ്രാൻസിസ് എന്നീ 3 ഗ്രൂപ്പുകളായി തിരിച്ച് MCCLന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നൽകി വരുന്നു. ലൈബ്രറി. കുട്ടികളിൽ വായനാശീലം പരിപോഷിപ്പിക്കുക, വിശുദ്ധന്മാരെക്കുറിച്ച് കൂടുതൽ അറിയുക, ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 300-ൽ പരം പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നു. ഇതിന്റെ ചുമതല സിസ്റ്റർ അലൻസ DM നിർവഹിക്കുന്നു. കയ്യെഴുത്തു മാസിക. കുട്ടികളുടെ സാഹിത്യാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കെനോസിസ് എന്ന കയ്യെഴുത്തു മാസിക സസ്മ ടീച്ചർ, മെറിൻ ടീച്ചർ, റീന ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കി. വചനവർഷം. എല്ലാ കുട്ടികളും ദിവസവും സന്ധ്യാപ്രാർത്ഥനയോടനുബന്ധിച്ച് ബൈബിൾ വായനയുടെ ഓഡിയോ ക്ലാസ് ഗ്രൂപ്പിൽ നൽകി വരുന്നു. ഏവൻഗേലിയോൻ എന്ന പേരിൽ ക്രിസ്തുമസ് കാലത്ത് എല്ലാ കുട്ടികളും 20-ൽ കൂടുതൽ വചനം പഠിച്ച് വീഡിയോ ഇടവക ഗ്രൂപ്പുകളിൽ നൽകി. എല്ലാ മാസത്തിലെയും 2-ാം ശനിയാഴ്ച കുട്ടികൾക്കും ടീച്ചേഴ്സിനുമായി വിശുദ്ധ കുംഭസാരവും ആരാധനയും നടത്തിവരുന്നു. മാസത്തിലെ 2-ാം ഞായറാഴ്ച നിയോഗം സമർപ്പിച്ച കാഴ്ചയർപ്പണം നടത്തുന്നു. എല്ലാ ഞായറാഴ്ചയും ഒരു വിദ്യാർത്ഥി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബൈബിൾ വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം പറയുന്നു. ഈശോയ്ക്കൊരു വീട്, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനം എന്ന രൂപതയുടെ സ്വപ്ന പദ്ധതിയിൽ പങ്കാളികളാകുക എന്നതിൻ്റെ ഭാഗമായി സൺഡേ സ്കൂൾ കുട്ടികൾ കാഴ്ച സമർപ്പണം നടത്തുകയും അതിൽ നിന്നും ശേഖരിച്ച തുക ആദ്യ ഘടുവായി രൂപതയ്ക്ക് കൈമാറുകയും ചെയ്തു. എല്ലാ കുട്ടികളും വിശുദ്ധ ബൈബിൾ, കുർബാനക്രമം, ജപമാല എന്നിവ അടങ്ങിയ ഹോളി കിറ്റ് ഉപയോഗിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും വേദപാഠ ക്ലാസ്സിനു ശേഷം ചായയും സ്നാക്സും നൽകി വരുന്നു. നാഷണൽ ലെവൽ ആഠ്യാപാഠ്യ മത്സരത്തിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീന ബിജു, സബ് ജില്ലാ ശാസ്ത്രമേളയിൽ 1-ാം സ്ഥാനം ലഭിച്ച ഏബൽ ജോ എബ്രാഹാം എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. മാസത്തിൽ ഒരിക്കൽ സ്റ്റാഫ് മീറ്റിംഗ് കൂടുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം നടത്തുകയും ചെയ്യുന്നു. നന്ദി. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ അനുഗ്രഹപ്രദമായി നടത്തുവാൻ സാധിച്ചത് ദൈവപദ്ധതിയായി കരുതുന്നു. ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത, രൂപത മതബോധന പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന റവറൻ ഫാദർ തോമസ് ക്രിസ്തുമന്ദിരം, സൺഡേ സ്കൂളിന്റെ ആത്മീയ വളർച്ചയ്ക്കായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടവക വികാരി റവറൻ ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ, പ്രാർത്ഥനാപൂർവം അതിതീഷ്ണതയോടെ പിന്തുണയേകുന്ന റവറൻ സിസ്റ്റർ അലൻസ DM, മത അധ്യാപക കൂട്ടായ്മ, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരുന്ന മുൻ മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ തോമസ് തുണ്ടിയിൽ, മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ഇടയത്ത്,
പ്രൊമോട്ടർ ഷാൻഡി ടീച്ചർ, മറ്റ് പ്രൊമോട്ടേഴ്സ്, ഇടവക ട്രസ്റ്റി ശ്രീ TG രാജു സാർ, സെക്രട്ടറി ശ്രീ അച്ഛൻ കുഞ്ഞു മാണിക്കുളം, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക ജനങ്ങൾ എല്ലാവരെയും ദൈവതിരുമുമ്പാകെ സമർപ്പിക്കുകയും നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും ചിന്തയ്ക്കും വിചിന്തനത്തിനുമായി സമർപ്പിക്കുന്നു.